ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഡോക്ടർക്ക് തോന്നണേ? ഈ ഒരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതം എന്ന് പറയുന്നത്. നീ ഒന്ന് 5 മിനിറ്റ് ആലോചിക്ക്, ഞാൻ ദാ കുളിച്ചിട്ട് വരുന്നൂന്ന്. ആ ബാത്റൂമിലാണ് അദ്ദേഹം കൊളാപ്സ് ചെയ്ത് വീണത്. അവരെന്നോട് ചോദിച്ചത്, ഞാനിനി എന്ത് ചെയ്യും? ഞാൻ ആ ചോദ്യം ആരോട് ചോദിക്കും? എന്താണ് ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മാജിക്, വേറെ ഒരു കൈകളുണ്ട്, ഒരു അദൃശ്യമായ കൈകളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നു 99% ഡോക്ടർമാരും. ഞങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ ഇതുപോലെ പറയാനാണെങ്കിൽ 1000 ഉദാഹരണങ്ങളുണ്ടാവും. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് ഡോക്ടറുടെ മനസ്സിൽ വരുന്നത്? ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അമ്മ തലയെണ്ണ വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് 2 വയസ്സുള്ള കുഞ്ഞിനെ കൊല്ലുകയാണ്. ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. ഭർത്താവ് ഭാര്യയോടുള്ള പക തീർക്കാനായിട്ട് 16ഉം 14ഉം വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും ഈ കൊക്കക്കോളയിൽ വിഷം കലർത്തിയിട്ട്, അത് ആ വിഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വിഷത്തിൻ്റെ പേര് പറയുന്നില്ല, പോയ്സൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഇവൻ്റെ മരണത്തിനൊരു അവസാനത്തെ 2-3 മണിക്കൂർ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ അവനെ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഒരു സൈഡിൽ ഞങ്ങൾ ഇതൊന്ന് വലിച്ച് കരയ്ക്കടുപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, മറ്റേത് എന്ത് കാണിച്ചിട്ടായാലും ഇത് നശിപ്പിക്കാനുള്ള പുറപ്പാട്. ഞങ്ങൾ തമാശയായിട്ട് പറയും, എമർജൻസി മെഡിസിൻ്റെ പുറത്താണ് കാലം താമസിക്കുന്നത് എന്ന്. അതായത് മൂപ്പരും ഞങ്ങളും തമ്മിലൊരു പിടിവലിയാണ് പലപ്പോഴും നടക്കുന്നത്. ഞാൻ ആ വഴി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുന്ന ഒരു ടണലാണ്, ഒരു ഇരുട്ടാണ് എൻ്റെ മുമ്പിൽ. ഞാൻ എങ്ങനെയോ വീട് വരെ എത്തി. വീട്ടിലെത്തുമ്പോഴാണ് ഞാൻ അറിയണേ, എൻ്റെ അച്ഛൻ അന്ന് രാവിലെ ഉണ്ടായ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ളത്. ആ പ്രായത്തിലുള്ള ഒരാളെ ആക്സിഡൻ്റായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ കൊണ്ടുവരുന്നത് അവൻ കെട്ടിത്തൂങ്ങി, അപ്പോൾ ഫാനിൽ നിന്ന് അഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കൂടെ വന്നിട്ടുള്ളത് അമ്മയാണ്. അവരൊരു സെക്കൻഡ് എന്നെ ഒന്ന് നോക്കി, എന്നോട് ചോദിച്ചു, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഡോക്ടറെ അവൻ അങ്ങനെ ചെയ്തത്? ഞാൻ എന്താ ഉത്തരം പറയാം? അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഭർത്താവിനിയില്ല, നിങ്ങളുടെ അച്ഛനിനിയില്ല, നിങ്ങളുടെ അമ്മയില്ല എന്ന് പറയുമ്പോൾ അവരാ കാണുന്നൊരു ടണലുണ്ടല്ലോ, ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആ ഒരു ടണൽ. ഐ എം സോ സോറി, ഐ വാസ് എ ബിറ്റ് ഇമോഷണൽ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ആസ് എ ഹോസ്റ്റ്, ബട്ട് ഐ കുഡൻ ഹെൽപ്പ് ഇറ്റ്. നല്ല മഴയുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. ഒരു 30 വയസ്സുള്ളൊരു ഒരു ചെറുപ്പക്കാരൻ. അയാൾ ബൈക്ക് ആക്സിഡൻ്റായിട്ട് റോട്ടിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. ഞങ്ങളുടെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ഹസ്ബൻഡാണ്. ആ കുട്ടിയെ ഒരു 15 മിനിറ്റ് മുമ്പ് അവിടെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോയ പയ്യനാണ് ആക്സിഡൻ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഭാരമാണ് ഞങ്ങളെക്കൊണ്ട് പലപ്പോഴും പ്രവർത്തിപ്പിക്കുന്നത്. അവരുടെ കണ്ണിലെ പ്രതീക്ഷ, എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ ഭർത്താവിനെയോ രക്ഷിക്കൂ എന്ന് വളരെ ഹെൽപ്ലെസ് ആയിട്ട് അവർ പറയുന്ന ആ ഒരു മൊമെൻറ്റിനെ ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കുള്ള എനർജി ആയിട്ട്. ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് യു ഇൻ യു മൈൻഡ്ഫുൾ. നമ്മൾ ലൈഫിനെ ചില സമയത്ത് വളരെ ഈസി ആയിട്ടാണോ എടുക്കുന്നത്, ചിലപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഒരു നാളെ ഉണ്ടോ എന്നൊക്കെ പല സമയത്തും നമ്മൾ ആലോചിച്ചു പോകും. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു ഡോക്ടറാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ ജീവൻ്റെ വില ഏറ്റവും കൂടുതൽ അറിയുന്നത് ഡോക്ടേഴ്സിനാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ നടക്കുന്നത് ഹോസ്പിറ്റൽസിലാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ സാവിത്രി മനു ആണ്. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷിബ്ല, താങ്ക് യു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു, ഒരു ജീവന് വേണ്ടിയിട്ടുള്ള ഒരു പിടിവലി ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആണല്ലോ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. തീർച്ചയായും. അപ്പോൾ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഡോക്ടർക്ക് തോന്നണേ? ചില സമയത്ത് തോന്നിയിട്ടുണ്ടാവും, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയേ ഉള്ളൂല്ലോ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണമല്ലോ ജീവിതത്തിൽ. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത്രയൊക്കെ ചെയ്യണോ, ഇത്രയേ ചെയ്തുള്ളൂ, അതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് ജീവിതം. ഞാൻ കണ്ടിട്ടുള്ള വളരെ നൈമിഷികമായി, ഇപ്പം നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ്
അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഇത്രയും കാലം കൊണ്ട് ഞാൻ കണ്ട ഒരു കാര്യമാണ്. അവിടെ ഞാൻ പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു ഞാൻ തന്നെ കണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ ഇൻസിഡൻ്റാണ്. ഒരു 40 വയസ്സിനോടടുത്ത ഒരു പുരുഷൻ, ഒരു മെയിലിനെ കൊണ്ടുവരുന്നു. അപ്പം ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ റിസസിറ്റേഷൻ, അദ്ദേഹം കാർഡിയക് അറസ്റ്റിലാണ്. കാർഡിയക് അറസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഹൃദയം സ്തംഭിച്ച അവസ്ഥയിലാണ്. കൊണ്ടുവന്നപ്പോഴേ മരണപ്പെട്ടിരുന്നു. ഞങ്ങളുടെ എഫേർട്ടും ഒന്നും നടന്നില്ല. അത് അങ്ങനെ ഞങ്ങൾ മരണപ്പെട്ടു എന്ന് ഞാൻ പറയാൻ പോയി. ഞാൻ ഇതുപോലെ അവരുടെ അടുത്ത് ഇരുന്ന് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ഇവരെന്നോട് പറയാണ്, ഇവർ അതുവരെ ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യാതിരുന്ന അവരെന്നോട് പറയാണ്, ഡോക്ടർക്ക് അറിയോ എന്താ സംഭവിച്ചതെന്ന്. ഞാനും ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹവും കൂടെ ഒരുമിച്ചൊരു സോഫയിലിരുന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒന്ന് 5 മിനിറ്റ് ആലോചിക്കും, ഞാൻ ഇതാ കുളിച്ചിട്ട് വരുന്നു എന്ന്. ആ ബാത്റൂമിലാണ് അദ്ദേഹം കൊളാപ്സ് ചെയ്ത് വീണത്. അവരെന്നോട് ചോദിച്ചത്, ഞാനിനി എന്ത് ചെയ്യും? ഞാൻ ആ ചോദ്യം ആരോട് ചോദിക്കും? എൻ്റെ മക്കൾ, അവരുടെ ജീവിതം അവിടെ തീരുകയാണ്, അല്ലെങ്കിൽ അവരൊരുമിച്ചുള്ള, അതെ, അവരുടെ ജീവിതം അവിടെ നിന്ന് മാറുകയാണ്. ഒരു 360 ഡിഗ്രിയിലായിരിക്കാം അത് മാറിയിട്ടുണ്ടാവുക. അവർക്ക് നോക്കുമ്പോൾ ഇനി അവർ മുന്നിലോട്ട് എങ്ങനെയാണ്, എന്താ, ഒരു നിമിഷം കൊണ്ടാണ്. ആ നിമിഷം എനിക്കിപ്പോഴും അന്ന് എനിക്ക് അവരോട് ഒരു ഉത്തരവും പറയാനുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവരുടെ കൂടെ നിന്നു. പിന്നീട് ഞാൻ എൻ്റെ അടുത്ത പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോയി. ഇങ്ങനെ ഉള്ള എത്ര കഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫറ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ സന്തോഷകരമായി പ്ലാൻ ചെയ്യുന്നു. ഇപ്പം ഞാൻ എൻ്റെ വെക്കേഷൻസ് പ്ലാൻ ചെയ്യും, ഫറയുടെ നമ്മളൊക്കെ നമ്മുടെ വെക്കേഷൻസ്, കുട്ടികൾക്കുള്ള സേവിങ്സ്, പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും. അതൊക്കെ ഭാവിയിലേക്ക് നമ്മൾ സന്തോഷത്തോടെ ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച ആളുകളാണ് ഒരു നിമിഷം ഇല്ല, നെക്സ്റ്റ് മൊമെൻറ്റിൽ ഞാനില്ല, അല്ലെങ്കിൽ ഒരാളില്ല, നമ്മുടെ ഏറ്റവും അടുത്തൊരാളില്ല എന്നൊരവസ്ഥ വരുന്നത്. അതിൻ്റെ മറ്റു വശം എന്താണെന്നറിയോ? നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ, കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങൾ, നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർ കുഞ്ഞു കുഞ്ഞു വേദനകൾ കൊടുക്കുമ്പോൾ അടുത്ത നിമിഷം അവരില്ലാതായാൽ പറയാൻ വെച്ചിരുന്ന സോറികൾ, അവർ പറയാതെ പോയ ആഗ്രഹങ്ങൾ, ഇതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു ഭാരമുണ്ട്. ഇത് പേര് വേണം നിങ്ങൾ പിന്നീട് കുറേ നാളുകൾ ജീവിക്കാൻ. ഞാൻ എൻ്റെ ഇനി ഒരു അനുഭവം കൂടെ ഞാൻ പറയട്ടെ. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കുന്നത്, കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരായിരുന്നില്ലേ, എന്തുകൊണ്ട് ഇത്ര നേരം നിങ്ങൾ ഇവിടെ ഞാൻ ഒരിക്കലും എൻ്റെ പേഷ്യൻസിനോട് അത് ചോദിക്കില്ല, ബൈസ്റ്റാൻഡേഴ്സിനോട്. കാരണം ഒരാൾ ഇപ്പോൾ വിചാരിക്കുക, അയാൾ മരണപ്പെടാറായി, അയാളെ കൊണ്ടുവന്നു, അയാൾ മരണപ്പെട്ടു. നിങ്ങൾ ഉണ്ടാക്കുന്നൊരു കുറ്റബോധം ഉണ്ടല്ലോ ആ ബൈസ്റ്റാൻഡർക്ക്. അതായത് കുറച്ച് നേരം മുമ്പ് കൊണ്ടുവരായിരുന്നില്ലേ, നിങ്ങൾക്ക് ഇതും കൂടെ ചെയ്യാമായിരുന്നില്ലേ, എന്തുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ലോങ് ടേം ആയിട്ട് നിൽക്കും. ഒരുപാട് കാലം അവരുടെ ഉള്ളിൽ എനിക്ക് അച്ഛനെ കുറച്ചുകൂടെ നേരത്തെ ചെയ്യാമായിരുന്നോ, എനിക്ക് അച്ഛന് വേണ്ടി അത് ചെയ്യാമായിരുന്നു, ഇതുപോലെയുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള കുറ്റബോധങ്ങളൊന്നും നമ്മൾ ആസ് എ ഡോക്ടർ ഞാൻ ഇൻഫ്ലിക്റ്റ് ചെയ്യാറില്ല. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലും. എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഒരാളോടൊരു വിഷമമുണ്ട്, ഒരു വഴക്കുണ്ടെങ്കിൽ അപ്പോൾ അത് പറഞ്ഞ് തീർക്കുക. ഒരു സോറി പറയാനുണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞ് തീർത്തേക്കൂ. ഇതൊക്കെ നമ്മൾ ഒരുപാട് കാലമൊന്നും ഇതൊന്നും കൊണ്ട് നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ ജീവിക്കില്ല. ഇതാണ് അതിൻ്റെ ഈ ഒരു വശമാണ് നമ്മൾ കാണേണ്ടത്. മറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യൂ, നിങ്ങൾ വെക്കേഷൻസ് പ്ലാൻ ചെയ്യൂ, നിങ്ങൾ ദൂരം എന്ത് കാര്യങ്ങളും ഒരുപാട് ദൂരേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യും. പക്ഷെ ഓൺ ദ അതർ സൈഡ് നിങ്ങൾ പറയാനുള്ളത് ചില ആൾക്കാരെ നമ്മളൊന്ന് അടുത്ത് പോയി, പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്, അച്ഛനും അമ്മയും അടുത്ത ആഴ്ച പോവാം, പിന്നെ കാണാം, പിന്നെ വിളിക്കാം, പിന്നെകൾ ഉണ്ടാവാതിരിക്കട്ടെ, ഇപ്പോൾ അങ്ങോട്ട് ചെയ്ത് തീർത്തേക്കും, നാളെ അവരുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അവിടെയാണ് എനിക്ക് ഈ ജീവിതത്തിൻ്റെ ഈ നൈമിഷികതയെക്കുറിച്ചും ഇപ്പോഴുള്ളതിനെക്കുറിച്ചും എനിക്ക് എല്ലാ ആളുകളോടും പറയാനുള്ളത്. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു മകനാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, പറയാനുള്ളതും ചെയ്യാനുള്ളതും ഇപ്പം ചെയ്യാനുള്ളത് ചെയ്ത് തീർക്കും. നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ദൈവത്തിന് എത്താൻ പറ്റാത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ ഒരു കൈകളാണ് ഡോക്ടറിൻ്റെ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മൾ സിനിമകളിലും മറ്റുമൊക്കെ വളരെ കാഷ്വലായിട്ട് ഡോക്ടേഴ്സ് വന്നിട്ട് പ്രാർത്ഥിക്കൂ, ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്നാൽ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു സുപ്രീം പവറിൽ വിശ്വസിക്കുന്നുണ്ടോ? സയൻസിൻ്റെ ഒരു വലിയ ബാക്കപ്പ്
ഒരു സൈഡിലുണ്ടെങ്കിലും എന്താണ് ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു മാജിക്, വേറെ ഒരു കൈകളുണ്ട്, ഒരു അദൃശ്യമായ കൈകളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ സയൻസ് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിസ്മയിക്കപ്പെടും. ഇത് ഈ വിസ്മയിക്കുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ പവർ ഉണ്ട്. അത് സൂപ്പർ പവറോ ദൈവമോ ഈശ്വരനോ എന്ത് പേരിലും നിങ്ങൾ വിളിച്ചോളൂ. ഇവിടെ എനിക്ക് മനസ്സിൽ ഇത് ഇങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇതും ഞാൻ എൻ്റെ പഠനനാളുകളിലേക്ക് തിരിച്ചു പോട്ടെ. അവിടെ ഞങ്ങൾക്ക് പീഡിയാട്രിക് ICUവിൽ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ പീഡിയാട്രിക് ICU എന്ന് പറയുമ്പോൾ ഫറയ്ക്ക് ഇമാജിൻ ചെയ്യാം, കൈക്കുഞ്ഞുങ്ങളും ചെറിയ ചെറിയ കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും ഒക്കെയുള്ള സ്ഥലമാണ്. ഞാനന്ന് പോസ്റ്റിംഗ് ഉള്ള ദിവസം എനിക്ക് 2 പേഷ്യൻസാണ്. ഒരേ പ്രായത്തിലുള്ള 2 കുട്ടികൾ, ന്യൂമോണിയ ബാധിച്ച 2 കുട്ടികൾ. അപ്പോൾ ഇവർ രണ്ടുപേരും അപ്പുറത്തെ ഇപ്പുറത്തെയും ബെഡിലാണ്. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കും. നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും ഇവർക്കുള്ള മരുന്നുകളും ഇവർക്കുള്ള പ്രശ്നങ്ങളും എല്ലാം ഒന്നാണ്. ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരും ഒന്നാണ്. ഇവർക്ക് കൊടുക്കുന്ന എൻവയോൺമെൻറ്റും ഒന്നാണ്. ഒന്നിലും ഒരു വ്യത്യാസമില്ല. ഒരു കുഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു, മറ്റു കുഞ്ഞ് മരിച്ചുപോയി. എവിടെയാണ് നമ്മളൊരു വ്യത്യാസം കാണിച്ചത്? ഇവിടെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ ബാക്കിയിട്ടേക്കും. അത് ഭഗവാന് വേണ്ടിയിട്ടാണ്. ഭഗവാനെന്ന് ഞാൻ പറയുമ്പോൾ സൂപ്പർ പവറെന്നോ നിങ്ങൾ വിളിക്കുന്ന എന്ത് പേരിലും ആയിക്കൊള്ളട്ടെ, അത് അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് ഒരു ആഡ് ഓൺ ലെയറാണ്. നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. എനിക്ക് ആ സമയത്തൊക്കെ എന്താ വെച്ചാൽ നമ്മൾ MBBS ഒക്കെ പഠിച്ച് അതിൻ്റെ ആ ഒരു ഫുൾ എനർജി ഉണ്ട്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്താൽ രക്ഷപ്പെടും, ഇതൊക്കെ ഇതിലൊക്കെ വലുതാണ് മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളീ പറയുന്ന എവിടെയോ ഇരിക്കുന്ന ആ സൂപ്പർ പവർ. അത് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നു 99% ഡോക്ടർമാരും. ഞങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ ഇതുപോലെ പറയാനാണെങ്കിൽ 1000 ഉദാഹരണങ്ങളുണ്ടാവും. ഈ ഈ ഭഗവാനെന്ന് ഞാൻ പറയട്ടെ, ഈശ്വരനെന്ന് വിളിക്കട്ടെ, അദ്ദേഹം വയ്ക്കുന്ന ആ ഒരു ലെയർ ഉണ്ടല്ലോ, അവിടെയാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത്. അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടത് ഭാഗ്യം. നമ്മളൊക്കെ ഈ പറയുന്ന പ്രാർത്ഥനകളുടെ പോസിറ്റിവിറ്റി, പ്രാർത്ഥനകൾ എന്ത് ഭാഷയുമായിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. അവിടെ എനിക്ക് പറയുമ്പോൾ ഒരു കാര്യവും കൂടെ എനിക്ക് പറയേണ്ടത്, ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മളൊക്കെ നമ്മളെ തന്നെ വേർതിരിക്കാനായിട്ട് പല കാര്യങ്ങളും പറയും. ഞാൻ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആളാണ്, ഐ ഐഡൻറ്റിഫൈ മൈസെൽഫ് ആസ് എ ഹിന്ദു, വാട്ട് എവർ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വരുന്ന രോഗത്തിൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന രോഗമേ വരുള്ളൂ. അവിടെയൊക്കെ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്, ഒരു വ്യത്യാസവുമില്ലാത്ത ഹൃദയം ഒരുപോലെ പ്രവർത്തിക്കുന്ന, ലങ്സ് ഒരുപോലെ പ്രവർത്തിക്കുന്ന ഈ വ്യത്യാസങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. എൻ്റെ രോഗികൾക്ക് പലരും ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അത് ഹിന്ദു ആകാം, ക്രിസ്ത്യാനിയാ, ഈ ബ്ലഡിന് മതവും ജാതിയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ മതത്തിന് പൊളിറ്റിക്സ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഈ മതത്തിലും ജാതിയിലും പല പൊളിറ്റിക്കൽ തിങ്കിങ്ങിൽ പോലും നമുക്ക് അബ്സർട്ടി തോന്നും. ഇതുകൊണ്ടൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഡിവിഷൻ വെക്കുന്നത്? കമ്മ്യൂണിറ്റി ആസച്ച് ഞാൻ പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗമുള്ളവരെന്നും രോഗമില്ലാത്തവരെന്നും രോഗം മാറിയവരെന്നും ചികിത്സിക്കപ്പെടുന്നവരെന്നും ഒക്കെ ഉള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. അവിടെ പണമോ മതമോ ഇതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഡോക്ടർക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ബിക്കോസ് ഡോക്ടർ അതിൻ്റെ എല്ലാ സയൻറ്റിഫിക് വശങ്ങളും പഠിച്ച ഒരാളാണ്. അപ്പോൾ പൊതുവേ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലൊക്കെ കടന്നു വന്നിട്ട് ആൾക്കാർ അനുഭവങ്ങൾ പറയുമ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു മെക്കാനിക് ഒരു വണ്ടിയുടെ എൻജിൻ നോക്കുന്നത്, അതുപോലെയാണ് ഡോക്ടേഴ്സ് നമ്മളെ ബോഡി. അതായത് എന്ത് മാറ്റിയാൽ ബെറ്റർ ആവും, എന്ത് ചെയ്യണം അവിടെ, അത് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് ഡോക്ടറിൻ്റെ മനസ്സിൽ വരുന്നത്? ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മനുഷ്യൻ, പേഷ്യൻസ്, രോഗികളാണ്. അവരുടെ രോഗമായിരിക്കും ആദ്യം എൻ്റെ മനസ്സിൽ വരിക. രോഗാവസ്ഥ ഒക്കെ ആയിരിക്കും. നെക്സ്റ്റ് ലെയറിൽ അവരുടെ ഇമോഷൻസ്. എൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഇമോഷൻ പെയിനാണ്, വേദന.
അവരുടെ ദുഃഖം, അവരുടെ പ്രശ്നങ്ങൾ, അത് അടുത്ത ലെയറിൽ. അതിൻ്റെ മുകളിലേക്കാണ് അവരോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ, അവരുടെ കൂടെ ഉള്ളവരോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവരിലെ ഭർത്താവിനെ, ഭാര്യയെ, അമ്മയെ, കുഞ്ഞിനെ ഒക്കെ കാണുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു വളരെ സ്ലോ ആയിട്ട് രോഗത്തിൽ നിന്ന് രോഗിയിലേക്ക്, രോഗിയിൽ നിന്ന് അവരുടെ വേദനകളിലേക്ക്, അവിടെ നിന്ന് മുഴുവനുള്ളൊരു മനുഷ്യനായിട്ട് കാണുന്നത്. നമ്മൾ ലൈഫിൽ പല സമയത്തും ഈ ഒരു വെന്റിലേറ്ററിലൊക്കെ നമ്മുടെ ആരെങ്കിലും ഇപ്പം കുറച്ച് ഓൾഡായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ വോട്ടെവർ നമ്മൾ വെന്റിലേറ്ററിലാക്കുക എന്ന് പറയുമ്പോൾ പൊതുവേ ജനത്തിനൊരു ധാരണയുണ്ട്. ദാറ്റ് മീൻസ് ഒരു എക്യുപ്മെൻറ്റ്സ് വെച്ച് ആ ലൈഫ് പിടിച്ച് വെക്കുക എന്നാണ്. അപ്പോൾ പൊതുവേ ആൾക്കാർ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതൊക്കെ ഒരു വളരെ ചിന്തിച്ചൊക്കെ ആ ഡിസിഷൻ എടുക്കുക. അതായത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മരിച്ചുപോയി, പിന്നെ പിന്നെ നമുക്ക് അയാളില്ല, അതായത് ജീവനോടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളാണ് എന്ന്. അങ്ങനെ മാറ്റാതിരിക്കുന്ന ഒരുപാട് പേരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ജീവനോടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാൻ. അവർ കോൺഷ്യസ് ആയിരിക്കില്ല, അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കില്ല, ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവരവിടെ ജീവനോടെ ഉണ്ട്, അവരെ നമുക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇതിനൊരു മറുപുറമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഒറ്റ ചിന്തയ്ക്ക് സൂയിസൈഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരെ സ്ലോ പോയിസൺ കൊടുത്തിട്ടോ ഒക്കെ കൊല്ലുന്ന മനുഷ്യരെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്ട്രീം എക്സ്പീരിയൻസസ് ഡോക്ടർക്കുണ്ടോ? ഫറാദ് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു ഉദാഹരണവും കൂടെ പറഞ്ഞിട്ട്, ഇതൊരു സ്പെക്ട്രത്തിൻ്റെ രണ്ട് അറ്റമാണ്. ഒരു സൈഡിൽ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒന്ന് രണ്ട് കഥകളുണ്ട്. അതായത് ഇത് ഞാൻ കേട്ട കഥയാണ്. ഇന്നസെൻ്റ് എന്ന നടൻ്റെ, അദ്ദേഹത്തിന് ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടത്. ഭാര്യയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി. അത്രയൊരു അതായത് അവനവൻ എന്ത് സംഭവിച്ചാലും കൂടുള്ള ആൾക്ക് അയാൾക്കൊരു തരി വേദന പോലും വന്നാൽ സഹിക്കാൻ പറ്റാത്ത സ്നേഹം. ഇതേപോലെ തന്നെ ഞാൻ ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിളുണ്ട്. ഭർത്താവിന് ക്യാൻസർ ആണ്. വളരെ മോശമായ യാത്രകളിലൂടെ ഒക്കെ അദ്ദേഹം പോയി. പെയിനിൻ്റെ പേരിലായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിലായാലും ഒക്കെ ഇപ്പോഴും അദ്ദേഹം അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈഫ് ഒരു 0.1 പോലും എനിക്ക് അത്ഭുതമാണ് ഇങ്ങനെ ഒരാൾക്ക് കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. അവരദ്ദേഹത്തിനെ കെയർ ചെയ്യുന്ന കണ്ടാൽ, അദ്ദേഹത്തിനെ ഒരു ദിവസം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരുമ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല, ഇത് നമുക്ക് ഇനി ഈ ഒരു സ്ട്രഗിൾ നമുക്ക് അവസാനിപ്പിച്ചുകൂടെ എന്ന് തോന്നിയ ഒരവസ്ഥയിൽ ആ കുട്ടി പുറത്ത് നിന്നിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയാം, ഡോക്ടർ ഒന്നും സംഭവിക്കില്ല, അയാൾ തിരിച്ചു വരും. യു വോണ്ട് ബിലീവ് ഹീസ് സ്റ്റിൽ അലൈവ്. ഞങ്ങൾ എന്തിനാ എന്ന് ചോദിച്ച പോയിന്റിൽ നിന്ന് ഇപ്പോൾ അസുഖം മാറിയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ കുട്ടിയോട് ഞാൻ നേരിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സാധനത്തിൽ സത്യം ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതൊരു സ്പെക്ട്രം, ഒരു അറ്റം. മറ്റേ അറ്റത്ത് ഫറ ചോദിച്ച തന്നെ ജീവനെടുക്കുകയും, ഇനി ഇതിൻ്റെ തന്നെ മറ്റേ അറ്റം ഞാൻ പറയട്ടെ, ഞാൻ കണ്ട ഒരു കേസാണ്. ഭർത്താവിനോടുള്ള ദേഷ്യത്തിന്, ഭർത്താവിനെ വേദനിപ്പിക്കാൻ ഏറ്റവും എളുപ്പം കുഞ്ഞിനെ കൊല്ലുകയാണ് എന്നുള്ള കാര്യം ചെയ്ത ഒരമ്മയെ എനിക്കറിയാം. അതായത് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് കൊണ്ടു തരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കൂടെ നോക്കിയപ്പോൾ കഴുത്തിലും ഒരു സുഖമില്ലാത്തൊരു പാട്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അമ്മ തലയെണ്ണ വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് 2 വയസ്സുള്ള കുഞ്ഞിനെ കൊല്ലുകയാണ്. ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. ഏതറ്റമാണത്? ഈ അതുപോലെ തന്നെ ഭാര്യയെ ഒരു ഭർത്താവിന് സംശയമാണ്. ഇതും ഞാൻ കണ്ട കേസാണ്. ഭാര്യയെ ഭർത്താവിന് സംശയമാണ്. ഭർത്താവ് ഭാര്യയോടുള്ള പക തീർക്കാനായിട്ട് 16ഉം 14ഉം വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവർ ആ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഡോക്ടറെ എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്കും അനിയനും കൊക്കക്കോള കുടിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്ത് പോയിട്ട് കൊക്കക്കോള മേടിച്ചു തന്നു, ഫ്രൈഡ് റൈസും. ഈ കൊക്കക്കോളയിൽ വിഷം കലർത്തിയിട്ട്, അത് ആ വിഷം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിഷത്തിൻ്റെ പേര് പറയുന്നില്ല, പോയ്സൻ്റെ പേര് ഞാൻ പറയുന്നില്ല,
99% ഓഫ് ദ പീപ്പിൾ ഡൈ വിത്ത് ഇറ്റ്. നമുക്കൊന്നും ചെയ്യാനില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്തൊരു പോയ്സണാണത്. അത് വെന്റിലേറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മരണം കുറച്ചും കൂടെ ഫാസ്റ്റർ ആവും എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു പോയ്സൺ കൊടുത്തിട്ടാണ്, അതായത് മരിക്കണം എന്നുള്ള ഉറച്ച ഉദ്ദേശത്തോടെ മൂപ്പര് കിണറ്റിൽ ചാടി മരിക്കുകയും ചെയ്തു. ഈ 2 കുട്ടികളെ ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഇവർ ICUവിൽ ഞാൻ കാണുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുകയാണ്. 2 പേരും ഈ ഒരു പോയ്സൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നടന്ന് മരണത്തിലേക്ക് അടുക്കുക എന്നൊക്കെ പറയില്ലേ, അവർ ഫുൾ കോൺഷ്യസ് ആണ്, ഫുൾ ബോധത്തിലാണ്. ഈ മകളാണ് ആദ്യം മരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല വഴിക്ക്, അതായത് ഡയാലിസിസ് ചെയ്ത് നോക്കി, പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി. ഈ മോൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞില്ല സിസ്റ്റർ മരിച്ച കാര്യം. ഇവൻ്റെ മരണത്തിനൊരു അവസാനത്തെ 2-3 മണിക്കൂർ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ അവനെ സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അവന് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന പയ്യന്, പഠിക്കാൻ മിടുക്കനായിട്ടുള്ള അവൻ പഠിച്ച ഏതോ ഒരു സബ്ജക്റ്റ് അവനിങ്ങനെ കംപ്ലീറ്റ് ബൈ ഹാർട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ എന്താണ് ഇതെന്നൊക്കെ എനിക്കറിയില്ല. മരണത്തെ അത്ര അനായാസമായിട്ട് അവർ കാണുന്നതാണോ? ജീവിതം എത്ര എളുപ്പത്തിലാണ് അയാളുടെ ജീവൻ എടുക്കുകയും അയാൾക്കൊരു അവകാശവുമില്ലാത്ത 2 കുട്ടികളുടെ ജീവനാണ് അയാൾ എടുത്തത്. ഇത് രണ്ടും കാണുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡിൽ ഞങ്ങൾ ഇതൊന്ന് വലിച്ച് കരയ്ക്കടുപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, മറ്റേത് എന്ത് കാണിച്ചിട്ടായാലും ഇത് നശിപ്പിക്കാനുള്ള പുറപ്പാട്. എനിക്കറിയില്ല ഫറ, ഇതൊക്കെ എങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാകുന്നതെന്നോ എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലെന്നോ പലപ്പോഴും പിടികിട്ടാറ് പോലുമില്ല. ഇതൊക്കെ കാണുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഞങ്ങൾക്ക്, ഈശ്വര, അയാൾക്ക് 1 മിനിറ്റ് ഒന്ന് ആലോചിച്ചിരുന്നാൽ കുട്ടികളെ വെറുതെ വിടായിരുന്നില്ലേ? ആ അമ്മയ്ക്ക് ആ പാർട്ട്ണറെ ഡിവോഴ്സ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനിടയിൽ എവിടെയോ ആണ് നമ്മളൊക്കെ ജീവിതമെന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ നടക്കുന്നത്. നമ്മൾ ലൈഫിൽ പല സമയത്തും ഒരു ദേഷ്യത്തിൻ്റെയൊക്കെ പുറത്ത് മരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ജീവിതം അങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല പറയുന്നത്. അപ്പോൾ മരണങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഡോക്ടർ കണ്ടിട്ടുണ്ടാവും. മരണത്തെ കാമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീവിച്ച് മതിയായി എന്ന് വിചാരിച്ച ആരെങ്കിലും ഡോക്ടർ ഇത്രയും കാലത്തിനിടയ്ക്ക് കണ്ടിട്ടുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. എത്ര അത് അവരാരും എൻ്റെ അടുത്ത് എനിക്കിനിയും ജീവിക്കണം എന്നല്ല പറഞ്ഞത്. മറിച്ച് എനിക്കൊരു മലയാളം പാട്ടാണ് ഓർമ്മ വരുന്നത്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. എല്ലാവരുടെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് പ്രായമായെന്നോ നിങ്ങളുടെ ഡ്യൂട്ടി തീർന്നു അങ്ങനെ ഒരു ഫേസ് ഇല്ല ഫറ. എത്ര പ്രായമായാലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ, ഇമാജിൻ നമ്മളൊക്കെ ഒരു ട്രെയിൻ യാത്രയിലാണ്. ആ യാത്രയിൽ നമുക്ക് ജീവിതം എന്ന യാത്രയിൽ നമ്മുടെ ഈ ഒരു ക്യാബിനിൽ, നമ്മുടെ ഈ സീറ്റിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരുടെ കൂടെയാണ് നമ്മളിരിക്കുന്നത്. അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി പോവാണ് എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, വൈ ഡു യു വോണ്ട് ടു, എനിക്ക് അവരെ കൈവിടണ്ട, അവർക്ക് എന്നെ മിസ് ചെയ്യുന്ന പോലെ എനിക്ക് അവരെ മിസ് ചെയ്ത് എനിക്ക് മറ്റൊരു ലോകത്ത് പോവണ്ട. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇപ്പം എമർജൻസി മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഒരു ആംബുലൻസിൻ്റെ ശബ്ദവും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഓടുന്ന ആൾക്കാരും ഒരു കെയോസാണ്. അപ്പോൾ MBBS കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യാൻ എന്താണ് ഒരു റീസൺ ഞാൻ ചോദിച്ചാൽ? ഞങ്ങൾ തമാശയായിട്ട് പറയും എമർജൻസി മെഡിസിൻ്റെ പുറത്താണ് കാലം താമസിക്കുന്നത് എന്ന്. അതായത് മൂപ്പരും ഞങ്ങൾ നമ്മളുടെ പിടിവലിയാണ് പലപ്പോഴും നടക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ ജയിക്കാറുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് വന്നത് ഈ പറഞ്ഞ പോലെ ക്വിക്ക് ഡെസിഷൻ മേക്കിംഗ് ആയിരുന്നു ആദ്യം അട്രാക്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഐ വാസ് എ വിക്ടിം ഓഫ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി എനിക്ക് ചിലപ്പോൾ പറയാനുണ്ട്. അത് റിട്രോസ്പെക്റ്റീവ്ലി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതെന്നെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഈ MBBS എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ MBBS പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ലാസ്റ്റ് പരീക്ഷ, അവസാനത്തെ പരീക്ഷയുടെ
അന്ന് പിറ്റേ ദിവസം പരീക്ഷയാണ്, ലാസ്റ്റ് പരീക്ഷയാണ്. അപ്പോൾ എന്നും എന്നെ അച്ഛൻ വിളിക്കും. എല്ലാ ദിവസവും എൻ്റെ അടുത്ത് ചോദിക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ പറയും, എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അച്ഛനോട് പറയുള്ളൂ എൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഒരു ദിവസം അന്ന് രാത്രി പിറ്റേ ദിവസം ലാസ്റ്റ് എക്സാം അന്ന് രാത്രി ഞാൻ വിളിച്ചപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു നാളെ എന്നെ വിളിച്ചാൽ കിട്ടില്ല, എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാൻ എന്നും വിളിക്കും, അന്ന് വിളിച്ചാൽ കിട്ടില്ല, പേടിക്കണ്ട, ഞാൻ നോട്ട് റീച്ചബിൾ ആയിരിക്കും, പക്ഷെ കുഴപ്പമില്ല, അപ്പോൾ എക്സാം എഴുതിയിട്ട് വരൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു യാത്രയുണ്ട്, ഞാനിങ്ങനെ ഒരു സ്ഥലം വരെ പോവാണ്, ട്രിവാൻഡ്രത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. പിറ്റേ ദിവസം രാവിലെ എക്സാമിന് വേണ്ടി ഞാൻ എഴുന്നേറ്റു. രാവിലെ റെഡിയായിട്ടുള്ള റുട്ടീൻ കോളിൽ ഞാൻ ഫോൺ എടുത്തിട്ട് അച്ഛനെ വിളിച്ചപ്പോൾ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നോട്ട് റീച്ചബിൾ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞില്ല പോയിട്ട് വരൂ, പരീക്ഷയ്ക്ക് പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. ഞാൻ എക്സാമിന് പോയി ഞാൻ എക്സാം എഴുതുക അവസാനത്തെ ആ ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ കൈ എന്തോ ചെറുതായി വിറയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ്, ഇങ്ങനെ പതിവില്ലല്ലോ. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ ഇന്ന് എക്സാമും കൂടെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാമല്ലോ, ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് എന്തോ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, എൻ്റെ മൈൻഡ് ഇങ്ങനെ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ്. ഞാൻ എക്സാം എഴുതി ഇറങ്ങിയതും എൻ്റെ കോളേജ് പ്രിൻസിപ്പൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് സാവിത്രിയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് കയറി ചെന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ആൻറ്റി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആലോചിച്ചത് ആർക്കോ വയ്യ. അപ്പോഴും വെറുതെയെങ്കിലും ഞാൻ അച്ഛനാവില്ല. ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനെ വിളിക്കാം, അച്ഛനാണല്ലോ, എനിക്കെല്ലാം എൻ്റെ അച്ഛനാണ്, ഞാൻ അച്ഛനെ വിളിക്കാം. ഇല്ല, അച്ഛനൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി, കുറച്ച് അൺകോൺഷ്യസ് ആണ്, നമുക്കൊന്ന് അവിടം വരെ പോവാം എന്ന് പറഞ്ഞു, വീട് വരെ പോവാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് അൺകോൺഷ്യസ് ആയെങ്കിൽ ഹോസ്പിറ്റലിലേക്കല്ലേ വരണ്ടേ, എന്തിനാ വീട്ടിൽ പോണേ. ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഞാനിപ്പോഴും ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലം ഓർക്കും. അവിടെ ചെന്നപ്പോൾ ഞാൻ ആൻറ്റിയോട് ചോദിച്ചു എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. ആൻറ്റി ഒന്നും പറഞ്ഞില്ല, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി അമ്മയ്ക്കും ബ്രദറിനും അമ്മുള്ളൂ എന്ന് പറഞ്ഞു. ഫറ അവിടുന്ന് പിന്നെ ഒരു 10 കിലോമീറ്റർ ഉണ്ട്, 15 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. ഞാൻ ആ വഴി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുന്ന ഒരു ടണലാണ്, ഒരു ഇരുട്ടാണ് എൻ്റെ മുമ്പിൽ. ഞാൻ എങ്ങനെയോ വീട് വരെ എത്തി. വീട്ടിലെത്തുമ്പോഴാണ് ഞാൻ അറിയണേ എൻ്റെ അച്ഛൻ അന്ന് രാവിലെ ഉണ്ടായ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ളത്. എങ്ങനെയാണ് മുന്നോട്ട് പറയണമെന്ന് എനിക്കറിയില്ല. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഓൺ ദി സ്പോട്ടായിരുന്നു. പക്ഷേ അവിടുന്ന് പിന്നെ അമ്മ, അനിയൻ, ഞാൻ അങ്ങനെ ഞങ്ങളങ്ങോട്ട് ജീവിക്കുകയാണ്. അന്നത് ഒരു ട്രോമയായി ഡീപ്പായിട്ട് ഹേർട്ടായിട്ടുണ്ടാവണം. അന്ന് എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയ ഒരു കാര്യം, ഞാൻ പെട്ടെന്ന് വീടിൻ്റെ വാതിൽ തുറന്നു പോയി, ഇപ്പോഴും എൻ്റെ മനസ്സിലെങ്ങനെ വാതിൽ തുറന്നു പോയ പോലെ എനിക്ക് തോന്നിയത്. അതായത് പ്രൊട്ടക്ഷൻ പോയി. അത് ആ ഒരു ഷീൽഡില്ലേ നമ്മുടെയൊക്കെ ഒരു മെറ്റൽ ഷീൽഡ് എന്നൊക്കെ പറയുന്ന പോലെ അതങ്ങോട്ട് പോയി. ഞാൻ ഭയങ്കരമായിട്ട് സൊസൈറ്റിയോട് എക്സ്പോസ്ഡ് ആയി എന്നൊക്കെ എനിക്കൊരു പ്രശ്നം വന്നാൽ നാളെ ഇനി ആരായിരിക്കുക എന്നൊക്കെ തോന്നി. ഒരുപാട് കാലം എടുത്ത് കാണും അത് ഹീൽ ചെയ്യാനായിട്ട്. ഇന്നും ആ പ്രായത്തിലുള്ള ഒരാളെ ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ തന്നെയാണ് കാണുന്നത്. എനിക്കറിയില്ല നല്ലതാണോ മോശമാണോ എന്ന് പോലും ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ സമാധാനം എന്താ വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്കൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരമെങ്കിലും എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ബൈ പറയാനുള്ള സമയമെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫറ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ക്ലോഷർ വേണം. അത് എൻ്റെ അച്ഛൻ എന്നോട് എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യം എൻ്റെ അച്ഛനോട് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ പിന്നീട് എടുക്കുന്ന ഒരുപാട് ഡിസിഷൻസ്, ഈ പറഞ്ഞ പോലെ എമർജൻസി മെഡിസിൻ എന്ന PG ഞാൻ എടുക്കുമ്പോൾ, എൻ്റെ വിവാഹത്തിന് ഞാൻ എടുത്ത തീരുമാനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ എൻ്റെ അച്ഛൻ കണ്ടിട്ട് ഇങ്ങനെ എത്രയോ ആളുകൾക്ക് എന്തൊക്കെ എല്ലാ ദിവസവും നഷ്ടപ്പെടുന്നുണ്ടാവും. അവരൊക്കെയാണ് എൻ്റെ മുമ്പിൽ വരുന്ന ആളുകൾ. അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. ഒരാൾക്ക് വേണ്ടി ചെയ്താൽ ഐ എം ഹാപ്പി. നമ്മളെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഡോക്ടേഴ്സ് പറയുന്നത് യൂഷ്വലി ഐ എം സോറി എന്നോ അല്ലെങ്കിൽ വി കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്
അല്ലെങ്കിൽ നമുക്ക് ഇന്നയാളെ രക്ഷിക്കാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒരു പക്ഷേ ഒരുപാട് ഡീൽ ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ ഡോക്ടർ. അപ്പോൾ ശരിക്കും എങ്ങനെയാണത് ഡീൽ ചെയ്യുക? അത് വളരെ വേദന ഉള്ള ഒരു കാര്യം അപ്പുറത്തിരിക്കുന്ന ഒരാളോട് പറയുമ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ പോലും എത്രത്തോളം വേദന ഡോക്ടർക്ക് ഫീൽ ചെയ്യാറുണ്ട്? സിനിമയിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എത്ര ഈസി ആയിട്ട് അവരത് പറഞ്ഞു എന്നുള്ളത്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്, മേ ബി ഞാനും എൻ്റെ കൊളീഗ്സും അങ്ങനെ നമ്മുടെ ഒരു ഇതിൽ പെടുന്ന എല്ലാ ആൾക്കാരും ആഴ്ചയിൽ ഒരാഴ്ചയിൽ പല പ്രാവശ്യമോ നമ്മൾ ഈ മരണം ഡിക്ലെയർ ചെയ്യുക, മരണപ്പെട്ടു എന്നുള്ള വാക്ക് പറയുന്നത് വളരെ കാര്യമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അത് ഒരിക്കലും പെട്ടെന്ന് പുറത്ത് വന്നിട്ട് ഹീസ് നോ മോർ എന്നോ സോറി എന്നോ ഒന്നും പറഞ്ഞിട്ടായിരിക്കില്ല. ഒന്നതൊരു പ്രോട്ടോകോൾ ബേസ്ഡ് തന്നെയാണ്. നമ്മൾ പറയുന്ന ആളുടെ ഇമോഷൻസും എല്ലാം കണക്കിലെടുത്ത് വളരെ പ്രൈവറ്റായി അവരെ ഒരു മുറിയിൽ കൊണ്ടിരുത്തി അവരോട് സംസാരിച്ച്, ഇപ്പം ഞാനൊരു അങ്ങനെ ഒരു ഡിക്ലറേഷൻ പറയുമ്പോൾ ഞാൻ ആദ്യം പറയേണ്ട കാര്യം, ഇത് പറയേണ്ടി വരിക പലപ്പോഴും ഒരമ്മയോട് തൻ്റെ മകനുണ്ടാവില്ല. എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഞാൻ ഇതുപോലെ ഡ്യൂട്ടിയിലുള്ളൊരു ദിവസം ഏകദേശം ഒരു 6 മണിയോടടുപ്പിച്ച് ഒരു കുട്ടിയെ കൊണ്ടുവരികയാണ്. ഒരു 15 വയസ്സോ പ്രായമുള്ളൊരു ആൺകുട്ടി. അപ്പോൾ കൊണ്ടുവരുന്നത് അവൻ കെട്ടിത്തൂങ്ങി. അപ്പോൾ ഫാനിൽ നിന്ന് അഴിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കൂടെ വന്നിട്ടുള്ളത് അമ്മയാണ്. അമ്മയും പിന്നെ വേറെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ടീം അവിടുന്ന് ഇതുപോലെ കാര്യമായിട്ടുള്ള ശ്രമങ്ങളാണ് ജീവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള റിസസിറ്റേഷൻ എന്നാണ് റിസസിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്ത് വന്നിട്ട് വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അമ്മയാണെന്ന് മനസ്സിലായപ്പോൾ അമ്മയെ കൊണ്ടൊരു മുറിയിലിരുത്തി ഒരു 45 മിനിറ്റോളമുള്ള ഞങ്ങളുടെ ശ്രമം വിഫലമായി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ പുറത്തേക്ക് വന്നു. അപ്പം എൻ്റെ ഉള്ളിലെ ചിന്തകൾ ഇതൊക്കെയാണ്. ഒരു അമ്മയോട് ഞാൻ എങ്ങനെ പറയും, എന്താണ് ഉണ്ടായത്? ഞാൻ ആദ്യം അവിടെ ഇരുന്നിട്ട് ഞാൻ അമ്മയോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അമ്മ ഉണ്ടായത് എന്താണ്? ഇവരപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഈ മകൻ മരിക്കും എന്ന്. അങ്ങനെ ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റില്ല. അപ്പോൾ ഇവരെന്നോട് കാര്യമായിട്ട് ഇങ്ങനെ പറയാണ്, ഡോക്ടറെ അവന് ഈ വർഷം 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിലപ്പോൾ മിഡ് ടേം പരീക്ഷയുടെ മാർക്ക് വന്നു. മാർക്ക് കുറവാണ്. ഏതോ ഒരു വിഷയത്തിന് അവന് മാർക്ക് കുറവാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് അപ്പോൾ മാർക്ക് കുറഞ്ഞത്, നീ പഠിക്കണ്ടേ എന്നൊരു വാക്കേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ അവനെ വേറൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ടിഫിൻ ബോക്സിൽ ഭക്ഷണം ബാക്കിയുണ്ട്, നീ എന്താ കഴിച്ചില്ലെന്ന് ചോദിച്ചു. ഇല്ലമ്മ ഞാൻ കഴിച്ചില്ല. എന്നാൽ നീ കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് അവൻ ആ ഭക്ഷണം എടുത്ത് കഴിച്ചു. അവൻ ആ ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് അവൻ മുറിയിലേക്ക് പോയി. അപ്പോൾ ഇവർ തുന്നുന്ന ആളാണ്, അവർ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് റൂമിലേക്ക് പോയി. അവൻ്റെ റൂമിലെ ഫാൻ ഓഫായി. അവർ കറണ്ട് പോയതാണെന്ന് ഇവർ വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് പോയതല്ല. അപ്പോൾ ഇവർ ഈ പറയുമ്പോഴും ഇവരുടെ പ്രതീക്ഷ ഞാൻ അവരോട് പറയാൻ വന്നത് മറ്റെന്തോ ആണെന്നായിരിക്കണം. അപ്പോൾ ഇവർ പറഞ്ഞു, ഫാൻ ഓഫായപ്പോൾ ഡോക്ടർ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്തോ ഒരു സംശയം തോന്നി. ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടത് അതിൽ വിരിപ്പ് തൂങ്ങുന്നതാണ്, ബെഡ്ഷീറ്റ് തൂങ്ങിക്കിടക്കുകയാണ്. സർവ്വശക്തി എടുത്ത ഡോറ് പൊളിച്ച് അവർ മോനെ, അപ്പോഴേക്കും ആൾക്കാരെ വിളിച്ചു. അവർ ഓടി വന്നു, ഇവനെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇനിയാണ് ഞാൻ പറയേണ്ടത്. അപ്പോൾ ഞാൻ പതുക്കെ അവരുടെ അടുത്തേക്ക് ഇരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, അമ്മ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അമ്മയുടെ മകൻ മരണപ്പെട്ടു എന്ന്. അവരൊരു സെക്കൻഡ് എന്നെ ഒന്ന് നോക്കി. എന്നോട് ചോദിച്ചു, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഡോക്ടറെ അവൻ അങ്ങനെ ചെയ്തത്? ഞാൻ എന്താ ഉത്തരം പറയാം? അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇനി ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളാവുമ്പോൾ ഞാനും ഒരു അമ്മയാണ്. ഞാനിതുപോലെ ഒരു വൈകുന്നേരമാണ്. അപ്പം ഒരു ആംബുലൻസ് വരുന്ന ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ഭയങ്കര ഒരു ബഹളം കേൾക്കാം എനിക്ക്. ഞാൻ പുറത്തേക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആംബുലൻസിൽ നിന്നൊരു പേഷ്യൻറ്റിനെ ഇറക്കാനുള്ള, അപ്പോൾ വെൻറ്റിലേറ്ററിലുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ വെൻറ്റിലേറ്ററിലെ പേഷ്യൻറ്റിനെ ഇറക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 2 മിനിറ്റ് ഞങ്ങളുടെ വെൻറ്റിലേറ്റർ കണക്ട് ചെയ്ത് പേഷ്യൻറ്റ് സേഫ് ആക്കിയിട്ട് ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ അതൊരു കുഞ്ഞാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു 8-10 വയസ്സുണ്ടാവും അവൾക്ക് കൂടി വന്നാൽ. അപ്പോൾ
ഭയങ്കര ഒരു ക്രൗഡുണ്ട്. ഒരു 10, 12, 15 പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം എനിക്ക് അകത്തേക്ക്. അപ്പോൾ എന്നെ ആരോ പിടിച്ച് വലിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആദ്യം വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും. ശക്തമായിട്ട് എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നെ പിടിച്ച് വലിച്ചിട്ട് ആ ആംബുലൻസിൻ്റെ സൈഡിലേക്ക് ഒരാൾ കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ ആളെ കാണുന്നത്. അപ്പോൾ അയാൾ എൻ്റെ കയ്യിൽ ഒരു സാധനം ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇത് അവൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് ക്ലിയർ അല്ല. പേഷ്യൻറ്റിനെ അകത്തേക്ക് കൊണ്ടുവന്ന് കിടത്തിയപ്പോഴാണ് 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു മണിക്കൂർ മുമ്പ് വീട്ടിൽ ബോധം കെട്ട് വീണു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛനും മകളും വിദേശത്താണ്. അമ്മയും അച്ഛനും മകളും വിദേശത്താണ്. അവർ അന്ന് രാവിലെ വെക്കേഷൻ തുടങ്ങിയിട്ട് അവർ വരികയാണ്. അന്ന് രാവിലെ അമ്മ കുട്ടിയെ ഡ്രസ്സൊക്കെ ചെയ്യിച്ച് വെക്കേഷന് നാട്ടിലേക്ക് വിട്ടതാണ്. അപ്പോൾ ആദ്യം അച്ഛനും മോളുമാണ് പോകുന്നത്. അമ്മയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആദ്യം അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവൾ കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അമ്മയുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അമ്മയില്ല കൂടെ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് തലവേദന ഉണ്ട് അപ്പാ, തലവേദന ഉണ്ട്. അപ്പോൾ ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ അതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ച് എന്തോ മരുന്ന് കൊടുത്തു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റും അവൾ പറഞ്ഞു എനിക്ക് തലവേദനിക്കുന്നു എന്ന്. ഇത് പറഞ്ഞത് അവൾ ബോധം കെട്ട് വീണു. അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. ഞാൻ ആ CT സ്കാൻ നോക്കിയപ്പോൾ തലയിലൊരു വലിയ ബ്ലീഡാണ്. കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാനുള്ളത്. വളരെ കാര്യമായിട്ട് ആകെ ചെയ്യാനുള്ളത് ഒരു സർജറി ചെയ്തു നോക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടിയുടെ അച്ഛൻ എൻ്റെ കാലിലാണ് വീണത്. ഈ കുട്ടി ആദ്യം കൊണ്ടുവന്ന് തലയിൽ ബ്ലീഡാണെന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാനൊന്ന് പറയാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്ന് അദ്ദേഹം എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചാണ് കരഞ്ഞത്. ഫറേനോട് ചോദിച്ചില്ലേ ഡോക്ടർമാർ ദൈവമാണോ എന്നുള്ളത്. ഒരു പോയിന്റിൽ അവർ നമ്മളെ അങ്ങനെ കണ്ടുപോകുന്നു. അത് എങ്ങനെയാണ് അതിനെ ആ ഒരു പോയിന്റ് അവർക്ക് ഞങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസികളല്ലാതിരിക്കുക? എങ്ങനെയാണ് ഞങ്ങൾ ആ സൂപ്പർ പവറിനെ വിശ്വസിക്കാതിരിക്കുക? അപ്പം ഞങ്ങളും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു, ഓ ഈശ്വര രക്ഷിക്കണേ, ഈശ്വര ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാവണേ, ഈ കുഞ്ഞ് തിരിച്ചു വരണേ എന്ന്. ഈ പറയുന്ന മരണം ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു ടണൽ. എനിക്കറിയാം ഞാൻ അവരെ അതിലേക്കാണ് പറഞ്ഞു വിടുന്നതെന്ന്. നിങ്ങളുടെ ഭർത്താവിനിയില്ല, നിങ്ങളുടെ അച്ഛനിനിയില്ല, നിങ്ങളുടെ അമ്മയില്ല എന്ന് പറയുമ്പോൾ അവരാ കാണുന്നൊരു ടണലുണ്ടല്ലോ, ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആ ഒരു ടണൽ. അവിടെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇവരോട് ഓരോരുത്തരോടും പറയുമ്പോൾ ഇവരെന്നെ ആയിരിക്കും അവസാനം ആ ടണലിൻ്റെ ഒരറ്റത്ത് കണ്ടിട്ടുണ്ടാവുക. എന്നെയോ അല്ലെങ്കിൽ അത് പറയുന്ന ഡോക്ടർമാരെയോ. പല സമയത്തും നമ്മുടെ ഉള്ളിലും ഇങ്ങനെ പൊട്ടി നിൽക്കുകയായിരിക്കും. ഒന്ന് തൊട്ടാൽ ചിലപ്പോൾ, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീക്കായാൽ നമ്മളിലാണ് അവർ ആ സ്ട്രെങ്ത്ത് കാണുന്നത്. ഈ ഡോക്ടർക്ക് എൻ്റെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിക്കാൻ പറ്റും എന്നുള്ള ആ സ്ട്രെങ്ത്ത്. അവിടെ നമ്മൾ ആ ഇമോഷൻസ് മുഴുവൻ ഹോൾഡ് ചെയ്ത് ഇല്ല ഞങ്ങൾ ശരിയാക്കാമെന്ന് പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചു എന്ന് പറയുന്നിടത്തോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ദൈവമല്ല, പക്ഷെ ഞങ്ങളും നിങ്ങളെപ്പോലെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന, ഞങ്ങളിലൂടെ പ്രവർത്തിക്കൂ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. ഐ എം സോ സോറി, ഐ വാസ് എ ബിറ്റ് ഇമോഷണൽ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ആസ് എ ഹോസ്റ്റ്, ബട്ട് ഐ കുഡൻ ഹെൽപ്പ് ഇറ്റ്. ഇത് ചോദിക്കുന്ന കൂടെ തന്നെ എങ്ങനെയാണ് ഡോക്ടർ വെൻഡ് ഔട്ട് ചെയ്യുക? ലൈക്ക് യു ഗോ ത്രൂ എ ലോട്ട് ഓഫ് ഇമോഷൻസ് അല്ലേ? ഇങ്ങനെ ഓരോരുത്തരുടെയും ബേസിക്കലി അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു സ്ലൈസ് നമ്മൾ അറിയും എന്താണ് പറ്റിയെന്നുള്ളത്. പിന്നെ അവരെ നമ്മൾ കാണണം, ചിലപ്പോൾ പിറ്റേ ദിവസം അവരുണ്ടാവില്ല എന്ന് നമ്മൾ പറയണം. സോ ഇറ്റ്സ് ബേസിക്കലി ഒരു ഇമോഷണലി കൂടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ അതിനെ ഹാൻഡിൽ ചെയ്യുക സോ ദാറ്റ് പിറ്റേ ദിവസവും ഡോക്ടർക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവാം എന്നുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഡോക്ടർ എത്തിക്കുന്നത്? ഞാൻ ഡോക്ടർ ഗംഗാധരൻ ഡോക്ടർ VP ഗംഗാധരൻ എന്ന ഓൺകോളജിസ്റ്റ്, ജീവിതവും മരണവും ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ള, ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളുടെ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ആഫ്റ്റർ എവറി ഇൻസ്റ്റൻസ് ഇങ്ങനത്തെ യു ബിക്കം മോർ ക്ലിയർ ഇൻ ദ സെൻസ്, നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ ഇമോഷൻസും ഒക്കെ ഇത്രയേ ഉള്ളൂ, തുടച്ച് നീക്കിക്കോളൂ. നിങ്ങൾ മോർ ഹമ്പിളാവും. നിങ്ങൾ ജീവിതത്തെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ മൊമെൻറ്റ്സിനെ കൂടുതൽ ചെറിഷ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കൂടെ ഉള്ള ആൾക്കാരുടെ, എൻ്റെ കൂടെ അവരുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്, എൻ്റെ നിയർ ആൻഡ് ഡിയർ വൺസിനെ കൂടുതൽ ഞാൻ വാല്യൂ ചെയ്യാൻ തുടങ്ങി.
പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആവാൻ തുടങ്ങി. പേഷ്യൻറ്റിനോട് ഡിറ്റാച്ച്ഡ് ആവുന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഇമോഷൻസിനോട്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റൻസ് എനിക്ക് ഓർമ്മയിലുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഒരു ദിവസം ഡ്യൂട്ടിയുടെ സമയത്ത് ഈ പറഞ്ഞ പോലൊരു അന്ന് എൻ്റെ ഡ്യൂട്ടി ഓൾമോസ്റ്റ് കഴിയുന്നു ആ സമയമായി. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. ഒരു 30 വയസ്സുള്ളൊരു ഒരു ചെറുപ്പക്കാരൻ. അയാൾ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് റോട്ടിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ എടുത്തിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവരാണ് ലീഡ് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇയാളെ കൊണ്ടുവന്നത് എനിക്ക് പരിചയമുള്ള 2 പയ്യന്മാരാണ്. ഞാൻ ചോദിച്ചു, അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ഹസ്ബൻഡാണ്. ആ കുട്ടിയെ ഒരു 15 മിനിറ്റ് മുമ്പ് അവിടെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോയ പയ്യനാണ് ആക്സിഡൻ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കുട്ടിയെ ഞാൻ നന്നായി അറിയും. വളരെ ബബ്ലി ആയിട്ടുള്ള ഭയങ്കര ഒരു ക്യൂട്ട് കപ്പിളാണ്. എനിക്ക് ഇവരെ 2 ഈ പയ്യനെ ഞാൻ അന്നാണ് കാണുന്നത്. പക്ഷെ അല്ലാതെ എനിക്ക് അവർ 2 വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ ആകെ നമുക്കറിയുന്ന ഒരാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളുടെ പാർട്ട്ണർ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ ഏറ്റവും മോശം അവസ്ഥയിൽ അടുത്ത് വന്നിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്ന് വിചാരിച്ചിട്ട് ഞാൻ റൂമിലേക്ക് നടക്കുകയാണ്. കറക്റ്റ് ആ സമയത്ത് ഈ കുട്ടിയെ ഞാൻ കാണുകയാണ്. ഭയങ്കര ചിരിച്ചു. ഇവളിതൊന്നും അറിയുന്നില്ല. ഇവള് വളരെ ചിരിച്ചുകൊണ്ട് എന്നെ കണ്ടിട്ട് ഹായ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ അവൾ തിരിച്ചു വന്നിട്ട് എന്നോട് ഹായ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ നടന്നങ്ങ് പോയി. എനിക്കൊന്നും പറയാൻ എനിക്കെങ്ങനെയാണ് ഞാൻ പറയണ്ടേ? ആ സമയത്ത് ഞാൻ എമർജൻസി മെഡിസിൻ ഫിസിഷ്യൻ ആണെന്നോ ഇതൊക്കെ വളരെ കാര്യമായി ഞാൻ ചെയ്യേണ്ട ആളാണെന്നോ ഒക്കെ ഉള്ളത് സെക്കൻഡറി ആയി. അപ്പോൾ ഈ കുട്ടിയെ പിന്നെ അവളുടെ കൊളീഗ്സ് വിളിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. എന്നോട് പറഞ്ഞു, ഡോക്ടർ പോകരുത്, ഒന്ന് നിൽക്കണം, അവളോടൊന്ന് സംസാരിക്കണം. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ഇവൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുന്ന ആളാണ്. കാരണം അവൾ അവിടെ ഡെയിലി വർക്ക് ചെയ്യുന്ന, അവിടെ എന്നും വരുന്ന കുട്ടിയാണ്. ഇവളിത് കണ്ടു, ഇവൾക്ക് കാര്യം മനസ്സിലായി. ഇവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവളും ഇതുപോലെ എൻ്റെ അടുത്ത് പറയുന്നത്, എന്തെങ്കിലും ചെയ്യ്, എനിക്ക് അവനില്ലാതെ പറ്റില്ല. ഇപ്പോൾ ഫറ ചോദിച്ച പോലെ ബാക്കി പേഷ്യൻസ് എന്ന് പറയും, എന്നാൽ പോലും അതൊക്കെ ഉള്ളിലേക്ക് വരും. ഇത് എനിക്ക് ഏറ്റവും അടുത്തറിയുന്നൊരു കുട്ടി, അവളുടെ ഹസ്ബൻഡ്. എന്താ ഞാൻ ചെയ്യുക? എങ്ങനെ ഞാൻ എൻ്റെ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്യും? ഞാൻ എങ്ങനെ എൻ്റെ സ്ട്രെങ്ത് എടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഇവിടെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വെൻറ്റ് ഔട്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ വെൻറ്റ് ഔട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതിൻ്റെ ടെയിലൻറ്റ് പറയട്ടെ, ആ കുട്ടി കുറച്ചു കാലം കഴിഞ്ഞ് മറ്റൊരു വിവാഹം കഴിച്ച് ഷീസ് ഹാപ്പി ഫോർ എ ഗുഡ് ക്ലോഷർ. എനിക്ക് പേഴ്സണലി ചെയ്യുന്നത് ഇൻറ്റൻഷണൽ വെക്കേഷൻസ് എടുക്കും. ഐ സ്റ്റേ അവേ ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഒരു സമയത്ത് ഐ സ്പെൻഡ് മാക്സിമം സമയം വിത്ത് മൈ ഫാമിലി. പിന്നെ ഈ ഇമോഷൻസിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസവും എത്ര വിലപ്പെട്ടതാണ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, എൻ്റെ പാർട്ട്ണറാവട്ടെ, എൻ്റെ അമ്മയാവട്ടെ, എൻ്റെ മക്കളാവട്ടെ, എൻ്റെ സിബ്ലിങ്സ് ആവട്ടെ, ഇവരൊക്കെ എനിക്ക് എത്രത്തോളം വാല്യൂബിളാണ് എന്നുള്ളത് ഞാൻ ഡേ ബൈ ഡേ പഠിച്ച് വരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിലുണ്ടായൊരു പോസിറ്റീവ് കാര്യം എന്താ വെച്ചാൽ, എനിക്കൊരാളോട് ഒരുപാട് കാലം വഴിക്കിട്ടിരിക്കാൻ പറ്റില്ല. when I go and somehow sort it out. ഇപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇതിന് കുറേ ചീത്തപ്പേരുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളൊരു ചെറിയ തലവേദനയായിട്ട് ചെന്നാൽ പോലും നമ്മൾ ഒരു A to Z അവരുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ മേലിൽ അവർ പരീക്ഷിക്കും. എന്നിട്ടൊരു വലിയ ബില്ല് നമുക്ക് തരും, താങ്ങാൻ പറ്റാത്തൊരു ബില്ല് തരും. ഇങ്ങനത്തെ കുറേ ചിന്തകളുണ്ട് എല്ലാവർക്കും. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഇരിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽസ് ഒരു പേടിയുണ്ടാവും. അതല്ലാതെ തന്നെ നമുക്ക് അതായത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ സേവിങ്സും കൊടുക്കേണ്ടി വരുന്നൊരു സ്ഥലം, അങ്ങനെയാണ് ഹോസ്പിറ്റൽ കേസ് എന്നുള്ളതൊരു പേടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ അതിനെ കാണുന്നത്? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്.
അങ്ങനെ ചീത്തപ്പേരുണ്ട്. സി നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക്, ഏത് ഹോസ്പിറ്റലാവട്ടെ, ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത് രോഗിയായിട്ടാണ്. രോഗമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ രോഗം എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യ ഭാഗത്തിൽ അറിയണം. രണ്ടാമതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അറിയേണ്ടി വരിക. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ വ്യത്യാസം എന്താ വെച്ചാൽ, ഇപ്പോൾ കുറേ കാലം പുറകോട്ട് പോയാൽ അന്ന് രോഗത്തിനെക്കുറിച്ചോ ആളുകൾക്ക് ഇത്രയും അറിയില്ല. പനി എല്ലാം പനിയാണ്, കാലിൽ നീര്, ഇങ്ങനെയൊക്കെയാണ് രോഗങ്ങളെ നമ്മൾ പറഞ്ഞു തരുന്നത്. പ്രായമായപ്പോൾ മരിച്ചു, ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് ഗൂഗിൾ എടുത്തിട്ട് ഹെഡേക്കിന് വെറുതെ ഒന്നടിച്ചാൽ എത്ര കാര്യങ്ങൾ വരും. ഒരു സ്ട്രെസ്സ് മുതൽ ക്യാൻസർ വരെ വരും. അപ്പോൾ ഒരു ദിവസം ഹെഡേക്ക് വന്നാൽ നിങ്ങൾ സ്ട്രെസ്സാന്ന് വിചാരിക്കും. രണ്ടാമത്തെ ദിവസമായി കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ പ്രശ്നമുണ്ട്. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഡയഗ്നോസിസിനൊരു ലിസ്റ്റായി, ഒരു ഗ്രോസറി ലിസ്റ്റ് പോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിനെന്ത് ചെയ്യണം? ChatGPTയോട് ചോദിച്ചാൽ ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം എറണാകുളം പോലുള്ളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഞാൻ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്താ വെച്ചാൽ, ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് ഓൾമോസ്റ്റ് അറിയാം എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ട ടെസ്റ്റുകൾ. ഒരു ലാബ് ടെസ്റ്റ് കയ്യിൽ കിട്ടിയാൽ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങളൊരു സാധാരണ ഡോക്ടർ അല്ലാത്ത ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ലാബ് ടെസ്റ്റ് നോക്കിയിട്ട് ESR അല്ലെങ്കിൽ ഇത് കൂടുതലാണ് കോസസ് എന്നടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇനി റൂൾ ഔട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ബാഗിലിട്ടിട്ടാണ് നിങ്ങൾ വരുന്നത്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കിതിൽ എന്തൊക്കെ കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ നമ്മൾ തമ്മിലുള്ളൊരു ടഗ് ഓഫ് വാർ പോലെയാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ഡോക്ടറെ, അപ്പോൾ നമ്മൾ പറയാണ് തലവേദന. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഷ്യൻറ്റിനെ കാണുന്നത് ഗൂഗിൾ വെച്ചിട്ടല്ലാത്തത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. തലവേദനയുടെ കൂടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് എൻ്റെ മനസ്സിലൊരു 3-4 കാര്യങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങളുടെ പ്രായം വെച്ച്, നിങ്ങളുടെ ബാക്കി ചുറ്റുപാടുകൾ വെച്ച്, നിങ്ങളുടെ ജോലിക്കാർ, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളെ എക്സാമിനും കൂടെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തലയിലൊരു 3-4 കാര്യങ്ങളുണ്ടാവും. അപ്പം അതല്ല എന്ന് പറയാൻ എനിക്ക് ഇത്ര ടെസ്റ്റുകൾ വേണ്ടി വരും. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്കിതാ ഇന്ന കാര്യങ്ങൾ. അപ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, ഡോക്ടർ MRI ചെയ്തില്ല, CT പറഞ്ഞില്ല. ഓക്കെ, ശരി, അപ്പം നിങ്ങളൊന്നും പറയില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തലവേദന അപ്പം ചികിത്സിച്ചു മാറി, നിങ്ങൾ ഓക്കെ ആയി എന്ന് വിചാരിക്കുക, നിങ്ങൾ വീട്ടിൽ പോകുന്നു. തലവേദന ഇടയ്ക്ക് വരുന്നു, വോട്ടെവർ. ഓക്കെ, ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങളെടുത്ത് നോക്കുന്ന ഒരു CTയിലോ MRIയിലോ ഒരു വ്യത്യാസം കാണുക. ഓക്കെ, ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, തിരിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് വരും അല്ലേ? അന്ന് 6 മാസം മുമ്പ് എടുത്തപ്പോൾ നിങ്ങളത് കണ്ടില്ല. നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ അന്ന് ഇത് എടുക്കണമെന്ന്. ആ ഡോക്ടർക്കൊന്നും അറിയില്ല. ദാറ്റ് ഈസ് കോൾഡ് ഡിഫൻസ് പ്രാക്ടീസ്. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ ഒരു രോഗി വന്നാൽ മിനിമം കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തു വെക്കും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇനി ഞാൻ ആ മിത്തും കൂടെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പാക്കേജായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയല്ല. വരുന്നവർക്കൊക്കെ ഇത് പിടിച്ചോളൂ, അത് പിടിച്ചു, അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ട ടെസ്റ്റുകൾ തന്നെയാണ് നമ്മൾ ചെയ്യിക്കുന്നത്. അത് ഓരോ പ്രാവശ്യവും നമ്മൾ ഇന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇന്നതാണ് കാര്യം, അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതാണ് തോന്നുന്നത്, ഇതല്ല, അല്ലെങ്കിൽ ഇതാണ്. അതുപോലെ എനിക്ക് ഏറ്റവും തമാശയായിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം, ഒരു അസുഖത്തിന് വന്നു, നമ്മൾ കുറച്ച് എക്സ്റ്റെൻസീവായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. എന്ത് ചെയ്തിട്ടും രോഗിക്ക് വേദന കുറയുന്നില്ല, അല്ലെങ്കിൽ മാറുന്നില്ല. നമ്മളൊരു കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ചു. ഇതൊന്നും ചെയ്യുമ്പോഴും ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറയാം. അവർ പറയുന്നൊരു ഡയലോഗ്, ഇത്രയും ചെയ്യിപ്പിച്ചു, ഇത്രയും രൂപയായി, ഒന്നിലും ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നമില്ലാത്ത ഞാനല്ലെങ്കിൽ പ്രശ്നമില്ലാത്തതാണോ പ്രശ്നം, ഇനി എന്തെങ്കിലും ഉണ്ടാവണമായിരുന്നോ എന്നുള്ളൊരു രീതി. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന പോലെ ഡോക്ടർക്കൊരു ടാർഗറ്റ് ഉണ്ടോ? രോഗം വരാൻ ടാർഗറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ്. അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമൊന്നുമല്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികൾക്ക് ഏറ്റവും നല്ല കാര്യം ചെയ്തു കൊടുക്കുക. അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ടാർഗറ്റ് വെച്ച് ഞാൻ ഇന്ന് ഇത്ര രോഗി, അങ്ങനെ ഒരു ടാർഗറ്റൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലി ജെന്യുവിൻ ആൻഡ് ഓണസ്റ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എനിക്കിത് പറഞ്ഞാൽ എത്രമാത്രം എത്തിക്കലാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എനിക്ക് കൂടുതൽ രോഗികൾ ഉണ്ടാവണം? എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു കോർപ്പറേറ്റിന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എനിക്ക് കുറേ രോഗികളെ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കുറേ രോഗികൾ ഇല്ല. അങ്ങനെ ഒരു ടാർഗറ്റോ അതൊക്കെ
ഈസിലി സെല്ലബിളായിട്ട് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഇവിടെ ഞാൻ ഈ അടുത്തൊരു വെബ് സീരീസ് കണ്ടു. അത് ഫറേ ചോദ്യം ചോദിച്ചതും കൂടെ ആയിട്ട് ഞാനത് കണക്ട് ചെയ്യാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ അതിൻ്റെ ബേസിക്സ് കണ്ടിട്ടുണ്ടാവും. നിങ്ങളിൽ ഭൂരിപക്ഷം പേരും അത് കണ്ടിട്ടുണ്ടാവും. ഒരു ഫാർമ കമ്പനി അതിൻ്റെ മെഡിസിൻ ആൾക്കാരിൽ കൊടുത്ത് അവരെ രോഗികളാക്കി. അതിനകത്തൊരു ഡയലോഗുണ്ട്. അതായത് ഈ അസുഖം വരുമല്ലോ, അതായത് ഒരു പ്രത്യേക അസുഖം വരും ഈ മരുന്ന് കൊടുത്താൽ, അതിന് ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ടല്ലോ. എത്ര ഈസി ആയിട്ടാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സി ഇത് നമ്മളാരും വിചാരിക്കുന്ന പോലെ ഒരു മരുന്ന് മാർക്കറ്റിൽ ഇറക്കി നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എന്തുണ്ടാക്കുന്ന പോലെ, ഒരു ഡ്രസ്സ് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. യു ഹാവ് എൻ നമ്പർ ഓഫ് റെഗുലേറ്ററി അതോറിറ്റീസ് ഇൻ ഇന്ത്യ, ഇൻ വേൾഡ് വൈഡ്. ഇപ്പം നമുക്ക് ഒരു മരുന്ന് ഞാൻ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഒരു വലിയ സിസ്റ്റമാണ്. ആ സിസ്റ്റം മുഴുവൻ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പറയുന്ന പോലെ സ്റ്റേജ് 2-ൽ കൊടുക്കേണ്ട മരുന്ന് ഞാൻ സ്റ്റേജ് 4-ൽ കൊടുക്കാൻ ഇതൊക്കെ എന്ത് അബ്സേർഡാണ്. ഞാൻ ആ കലാസൃഷ്ടിയെ വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ആർട്ടിനെ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഇത് ആളുകളുടെ ഒരു ഇമോഷണൽ പാർട്ടും കൂടെ ഉണ്ട്. എൻ്റെ അച്ഛനെയോ എൻ്റെ അമ്മയോ ഹോസ്പിറ്റലിൽ കിടത്തുമ്പോൾ ഡോക്ടർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മരുന്നിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിത് എഴുതുകയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഹോപ്പ്ലെസ് ആയിപ്പോ. എനിക്ക് ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് എൻ്റെ മൊറയിൽ അഫക്റ്റഡ് ആയിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു വലിയ ജനറേഷൻ, എൻ്റെ മുമ്പിലുള്ള ഒരു വലിയ ജനറേഷൻ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് പ്രൈവറ്റും പബ്ലിക് സെക്ടറും ഒക്കെ കിണഞ്ഞ് പരിശ്രമിച്ച് കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം ഈ ലെവലിൽ എത്തിച്ചത്. നമ്മുടെ സിസ്റ്റം ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഫുൾ പ്രൂഫ്, ഞാൻ പറയുന്നില്ല ഭയങ്കര അടിപൊളിയാണ്, അതായത് എല്ലാവരും നല്ല ആൾക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. എല്ലായിടത്തും പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ 99% ആൾക്കാരും നല്ല ഇൻറ്റൻഷനുള്ള ആൾക്കാരായതുകൊണ്ടാണ് എൻ്റെ മക്കളെ കൊടുക്കുന്ന മരുന്ന് തന്നെ എനിക്ക് മറ്റൊരു കുട്ടിക്കും എഴുതാൻ പറ്റുന്നത്. അതല്ലാത്തത് ഞാനും എഴുതില്ല. ഞാൻ വരുന്നതും ഒരു കുടുംബത്തിൽ നിന്നാണ്. എനിക്കും അച്ഛനും അമ്മയും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇതുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റാത്തത് ഞങ്ങൾ നിങ്ങൾക്ക് തരുമോ? അത് അങ്ങനത്തെ അതെനിക്കൊരു ഭയങ്കര, ഞാൻ അഫക്റ്റഡ് ആയിപ്പോയി എന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഇതിനു മുമ്പും ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് സിനിമ വന്നിട്ട് അതും ഈ പറയുന്ന പോലെ ആളുകളിൽ ഭയമുണ്ടാക്കുകയും റിലക്റ്റൻസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഫുൾ പ്രൂഫാണെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. എല്ലാ സിസ്റ്റത്തിനും ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റം ഭയങ്കര ബെറ്ററാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ പറയുന്ന അതിനകത്ത് ആ ഒരു സെല്ലബിൾ പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഇമോഷണലി വളരെ വൾണറബിളായിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചോദിക്കാൻ പറ്റാത്ത ഒരേ ഒരു സ്ഥലം ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും. അവിടെ ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തും വന്നോട്ടെ എന്ന്, അങ്ങനെ അല്ല എന്ന് എനിക്ക് 100% ഉറപ്പോടുകൂടി പറയാൻ കഴിയും. ഡോക്ടർക്ക് ഇപ്പോൾ ഡോക്ടർ പഠിച്ചതിൻ്റെ ഇത്രയും ഇയേഴ്സ് പഠിച്ചതിൻ്റെ ഒരു സയൻറ്റിഫിക് ഒരു ബാക്കപ്പ് ഉണ്ട്. അതേ സമയത്ത് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഏറ്റവും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ്. നമ്മളെപ്പോഴും നമുക്കിപ്പോൾ ഏറ്റവും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മളെ അമ്മമാരെയാണ്. അമ്മമാർ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ്. ഒരു ഡോക്ടർ ഈ മരുന്ന് 3 നേരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കതിൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, നമ്മൾ പിന്നെ അതങ്ങോട്ട് ചെയ്യുക എന്നുള്ളതേ മാത്രമേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും ആ ഒരു അമിത പ്രതീക്ഷയുണ്ടല്ലോ, അത് മിക്കവാറും ആ ഹോപ്പെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് തന്നിട്ടാണ് എല്ലാവരും, എസ്പെഷ്യലി ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ടാവുക. അത് എത്രത്തോളം ഒരു പ്രഷറൈസിങ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും ഡോക്ടർക്ക്? അമിത പ്രതീക്ഷയുടെ ഭാരം അതൊരു ഉത്തരവാദിത്വത്തിൻ്റെയും കൂടെയാണ്. ആ അമിത പ്രതീക്ഷ ഞങ്ങളിലേക്കൊരു ഉത്തരവാദിത്വമാണ് തരുന്നത്. ഇയാൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. പലപ്പോഴും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു പേഷ്യൻ്റ് വരുന്നത്. വീട്ടിലെത്തിയിട്ട് ചിലപ്പോൾ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഒരു ഫ്രണ്ട് വരുന്നുണ്ടാവും, ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അവിടേക്കത് മറക്കുകയാണ്. അവരുടെ അമിത പ്രതീക്ഷ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് നമ്മുടെ ഇതും കൂടെ ആവുകയാണ്.
ചിലപ്പോൾ പിന്നീട് ഇറങ്ങുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. ആ അമിത പ്രതീക്ഷ പലപ്പോഴും ഒരു ഭാരമെന്ന് പറഞ്ഞാൽ അതിനെ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. ആ ഭാരമാണ് ഞങ്ങളെക്കൊണ്ട് പലപ്പോഴും പ്രവർത്തിപ്പിക്കുന്നത്. അവരുടെ കണ്ണിലെ പ്രതീക്ഷ, എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ ഭർത്താവിനെയോ രക്ഷിക്കൂ എന്ന് വളരെ ഹെൽപ്ലെസ് ആയിട്ട് അവർ പറയുന്ന ആ ഒരു മൊമെൻറ്റിനെ ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കുള്ള എനർജി ആയിട്ട്. ഞങ്ങളുടെ ഫ്യൂവലാണത്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവിടെ ഇനി നിന്നിട്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് നഷ്ടം വന്നിട്ടാണെങ്കിലും അവിടെ നിന്നത് പ്രവർത്തിക്കുക എന്നുള്ള ഭാരം. പിന്നെ ഈ പറഞ്ഞ പോലെ അതൊരു ഇമോഷനായി മാറുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ എഫേർട്ടൊന്നും വരാതെ അവർ കൈവിട്ട് പോയി കഴിയുമ്പോൾ അത് ഉള്ളിലൊരു ദുഃഖമായി മാറും. അത് പിന്നെ ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകണമല്ലോ. കൂടുതൽ വ്യക്തത വന്നുകൊണ്ട് എവിടെയെങ്കിലും നമ്മളിനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, നമുക്കിനി കൂടുതൽ എന്തെങ്കിലും ആ ഒരു ഇനി അങ്ങനെ ഒരു രോഗി വന്നാൽ നമുക്ക് ബെറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അതങ്ങോട്ട് പതുക്കെ കഴുകിക്കളയും. ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വാട്ട് ഇസ് ദറ്റ് യു ഹവ് ലേൺഡ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ജീവിതം നൈമിഷികമാണ്. ഒരു കുമിള പൊട്ടുന്നത് പോലെ ദാന്ന് പറഞ്ഞ് തീരും. നിങ്ങളുടെ ഈ കൊച്ചു പിണക്കങ്ങളും പരിഭവങ്ങളും കൊടുക്കാൻ ബാക്കി വെച്ചിരിക്കുന്ന സ്നേഹമൊക്കെ കൊടുത്തു തീർക്കുക. അതാണ് ജീവിതം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നടക്കാനിരിക്കുന്ന സ്വപ്നമല്ല ജീവിതം. ദാ ഇപ്പോൾ ഈ നിമിഷമാണ് ജീവിതം. ആരെങ്കിലും വിളിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും കൊച്ചു ദേഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് ഒരു സോറി പറയേണ്ടതാണെങ്കിൽ അതങ്ങ് തീർത്ത്, ഒന്ന് കെട്ടിപ്പിടിക്കേണ്ടതാണെങ്കിൽ അതങ്ങ് തീർത്ത്, ദാ എന്ന് പറഞ്ഞ പോലെ കഴിയുന്ന ഈ ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാനാണ് എന്നെ ചിലപ്പോൾ എമർജൻസി മെഡിസിനും MBBSും എനിക്ക് ചുറ്റുമുള്ള ആളുകളും എന്നെ പഠിപ്പിച്ചത്. വാട്ട് ഈസ് യുവർ ഡ്രീം? ലൈക്ക് ഏറ്റവും വലിയൊരു സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? സ്വപ്നം പെട്ടെന്ന് ഫറ ചോദിച്ചപ്പോൾ മനസ്സിൽ വന്നത് അച്ഛൻ്റെ മുഖമാണ്. എപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ കണ്ടാൽ, എപ്പോഴെങ്കിലും എന്ന് ഞാൻ പറയുമ്പോൾ ആഫ്റ്റർ ലൈഫ് ആയിരിക്കാം, കണ്ടാൽ എനിക്ക് പറയണം, പറഞ്ഞ പോലെയൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയണം. പിന്നൊരു വളരെ ഒബ്ജക്റ്റീവായിട്ടൊരു ഡ്രീം എന്നൊക്കെ പറയാനാണെങ്കിൽ കുറേ കാലം കൂടെ വർക്ക് ചെയ്യണം. നന്നായൊക്കെ സമാധാനം ഈ പറയുന്ന പോലെ ഒരു ഒബ്ജക്റ്റീവായിട്ട് എനിക്ക് ഇന്ന പോലെ ആവണം, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളതിനേക്കാട്ടിലും എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോഴത്തെ സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാ കാലവും നിലനിന്ന് എന്തിനോടും മനസ്സ് പാകപ്പെട്ട് സമാധാനത്തോടെ എല്ലാവരോടും സ്നേഹത്തോടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് ഒരു സർവീസ് റോഡിൽ കൂടെ അങ്ങോട്ട് പോയാൽ മതി. ഡോക്ടർ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. I should be thanking you, Farah, for making me open up. അപ്പോൾ ഒരുപാട് പേർക്ക് ഇനിയും ആ ഒരു ഹോപ്പായിട്ട് നിൽക്കാൻ പറ്റട്ടെ. പലരും ചിലപ്പോൾ ഒരു അവസാനത്തെ പ്രതീക്ഷയായിട്ടായിരിക്കും അവിടെ എത്തുക. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാൻ പറ്റട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. Thank you, Farah. Thank you so much. And to add on to it, എമർജൻസി മെഡിസിൻ എപ്പോഴും ഒരു ടീം വർക്കാണ്. അപ്പോൾ ഞങ്ങളൊരു വലിയ ടീമുണ്ട്. സോ ലെറ്റ് ഓൾ അവർ ടീം മെമ്പേഴ്സ് ഓൾസോ ഗെറ്റ് ആ ഒരു നിങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം അവർക്കും കൂടെ ഉണ്ടാവട്ടെ. ഡെഫിനറ്റ്ലി. താങ്ക് യു ഡോക്ടർ.